നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റമാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? 1201 ധനുമാസം 1-ാം തീയതി, അതായത് വൃശ്ചികമാസം 28-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, അതായത് 2025 ഡിസംബർ 15 കഴിഞ്ഞ് 16-ാം തീയതി പുലർച്ചെ ഉദയാത്പൂർവം 4:15 ധനുരവി സംക്രമം. ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല. പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ. പലപ്പോഴും ശ്രദ്ധിക്കുക, വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല. വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അവയുടെ ആശ്രയഫലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപൂജ്യ, സജ്ജനങ്ങൾ തന്നെ പൂജിക്കും, ബഹുമാനിക്കും. ധനവാൻ, സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ. ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. ധനുർധരഗതേ, ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണ, സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും. സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി. അതിനാൽ തീഷ്ണത വളരെ കൂടും. ഭിഷക്, ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനാവും, അല്ലെങ്കിൽ കാരക, ശില്പിയാകും. ശില്പവേലകളിൽ വളരെയധികം എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻറ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വതവേ ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക. നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുമുമ്പേ മനസ്സിലാക്കണം, താതസ്യാത്മപ്രഭാവ, പിതാവിൻ്റെ കാരകനാണ്. അപ്രകാരം തന്നെ വ്യക്തിത്വം, ഇതും കൂടി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ ഈ സൂര്യൻ ധനുരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും. എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. അതിന് പുറമെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അടുത്ത മാസം മകരം 1-ാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി എന്നറിയുക. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു? 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഏത് ഭാവത്തിൻ്റെ അധിപനാണ് കുംഭൻ രാശിക്കാർക്ക്? സൂര്യൻ അവരുടെ 7-ാം ഭാവത്തിൻ്റെ അധിപനാണ്. എന്താണ് 7-ാം ഭാവം? വിവാഹം, അന്തരാലോക, ഭാര്യാഭർത്തൃ സമാഗമ, ശയ്യ, സ്ത്രീസത്മ, നഷ്ടാർത്ഥ, മൈഥുനാനപി സപ്തമാണ്. ഇപ്പോൾ വിവാഹം, ദാമ്പത്യം, ഭാര്യാസുഖം, ഭാര്യാഗൃഹം, ദാമ്പത്യസുഖം, തൻ്റെ യാത്ര, പോക്കുവരവ്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 7-ാം ഭാവം. ഇവിടെ നിർബന്ധമായും ഈ സൂര്യൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെയധികം നന്മകൾ കുംഭൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും ഈ ഒരു മാസം. അത്ര ശക്തമാണ്. 11-ലെ സൂര്യനാണ്. തനിക്ക് ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കുക, തൻ്റെ പഠന വിഷയത്തിൽ പൂർണ്ണത വരിക, ഗവേഷണം, റിസർച്ച് നേടുക, അപ്രകാരം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, ശാസ്ത്രജ്ഞാനം ഉണ്ടാവുക, മെഡിസിനായാലും എൻജിനീയറിംഗ് ആയാലും ആ മേഖലകൾ നിഷ്ണാതനാകുക, അപ്രകാരം വലിയ വലിയ നന്മകൾ പ്രദാനം ചെയ്യും ഈ 11-ാം ഭാവത്തിലെ ആദിത്യനെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. കുംഭൻ രാശിക്ക് ബധിരരാശി എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്, ബധിരഹ. അതിനാൽ ഇയർ നോസ് ത്രോട്ട് വളരെ ശ്രദ്ധിക്കണം. സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 11-ാം ഭാവത്തിൽ ലാഭത്തോടു കൂടിയിരിക്കുന്ന സൂര്യൻ. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് രവോസംഭവേസം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ. 11-ൽ സൂര്യൻ വരുമ്പോൾ, ലാഭസ്ഥാനത്ത് വരുമ്പോൾ രാജാവിൻ്റെ മുദ്ര, അംഗീകാരം, ചിഹ്നം ലഭിക്കും. സജ്ജനങ്ങൾ തന്നെ പൂജിക്കും. വളരെ അനുകൂലമാണ്. പഠിതാക്കൾക്ക് അപ്രകാരം, ഗവേഷകർക്ക്, എഴുത്തുകാർക്ക്. കുംഭൻ രാശി ഇമേജിനേഷനാണ്, സ്വപ്നങ്ങളാണ്. സ്വപ്നാടകർക്കും വളരെ നല്ലതാണ്. താൻ സ്വരൂപിച്ച് കൂട്ടിയ തൻ്റെ ബുദ്ധി, അതൊക്കെ തന്നെ ഈ ഒരു മാസക്കാലം അതെന്ത് ചെയ്യാം? പുറത്തെടുക്കാം. തൻ്റെ പ്രതിഭയുടെ വിളയാട്ടം എഴുത്തിലായാലും രചനയിലായാലും കാവ്യശില്പങ്ങളിലായാലും ശില്പിയായാലും. കാരണം ധനുരാശി ശില്പബുദ്ധിയാണ്. ശില്പവേലകളിലും വളരെയധികം ശോഭിക്കാം. വളരെ അനുകൂലമാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം എന്നറിയുക. ഏറ്റവും അധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ 12 രാശിക്കാരിലും
കുംഭക്കാരിൽ എന്ന് അറിയുക. പ്രതാപാനലെ ശത്രുവ സമ്പദന്തി. തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ വെണ്ണീറാകും, നശിച്ചു പോകും തൻ്റെ ശത്രുക്കൾ. ശത്രു നിഗ്രഹണത്തിന് പറ്റിയ സമയമാണ്. തന്നോട് ആര് മോശമായി പ്രവർത്തിച്ചു അവരോട് യുദ്ധം ചെയ്യുവാൻ കുംഭൻ രാശിക്കാർക്ക് അവസരം ഇതാ തൻ്റെ കൈവശം വരികയാണ്. ശ്രിയോനേകത. ഒരു വ്യക്തി പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ഒന്നല്ല, പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു മാസക്കാലം ലഭിക്കും. ദുഃഖം അങ്കോദ്ഭവാനം. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും. ഇവിടെ ജാതകത്തേക്ക് ശ്രദ്ധിക്കണം. മാരകസ്ഥാനാധിപനായ സൂര്യൻ എവിടത്തേക്ക് നോക്കുന്നു? സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു. ഇവിടെ സന്താന സ്ഥാനത്ത് വ്യാഴം പുത്രകാരകനാണ്, നല്ല സ്ഥാനത്തല്ല, അഞ്ചാം ഭാവത്തിൽ നിൽക്കാൻ പാടില്ല. അതിനാൽ ഈ ഒരു മാസക്കാലം സന്താന വിഷയത്തിലുള്ള ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. 11 വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ നിർബന്ധമായും നിങ്ങൾ കരകോഹമം ചെയ്യണം. 11 to 20 30 വയസ്സുള്ള മക്കളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇത് മന്ത്രസ്ഥാനത്തേക്കാണ് നോക്കുന്നത്. അതിനാൽ ആദ്യത്തെ ഹൃദയമന്ത്രം ഓം നമഃ ശിവായ എന്ന മന്ത്രം, അപ്രകാരം കൂവളമാല ജലധാര തൻ്റെ പേരിൽ കഴിപ്പിക്കുന്നതും അത്യുത്തമമാണെന്നറിയുക. നന്ദി, നമസ്തേ.